ശരിക്കും ഞാൻ ഇത്ര റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ടെയിൽ സൂസീത. ഒരു ചാലഞ്ച് വീഡിയോ ആണ് ഇന്ന്, അപ്പോൾ നമുക്ക് കാണാം. ഹായ് ഗായ്സ്, ഇന്ന് ഞാനൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. റോസ്മേരി വാട്ടർ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങാൻ പോവാണ് ഇന്ന് മുതൽ. അപ്പോൾ ഒരു 1.5 മാസം യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും റിസൾട്ട് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. റോസ്മേരി വാട്ടർ യൂസ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. എൻ്റെ ഹെയർ നല്ല തിക്കുമായി, ഡാൻഡ്രഫ് ഫ്രീയുമായി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ റോസ്മേരി ലീവ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. 108 രൂപയുള്ളൂ ഇതിന്. പിന്നെ എനിക്ക് കുറച്ച് ഡാൻഡ്രഫ് ഉണ്ട്, അപ്പോൾ ഡാൻഡ്രഫ് മാറാൻ വേണ്ടി ഫെനുഗ്രീക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് ഉലുവേൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ജാറും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ 250 ml വെള്ളം മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് തിക്കായിട്ട് വേണം, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും വെള്ളം എടുത്തത് കേട്ടോ. ആദ്യം ഞാൻ ഫെനുഗ്രീക്ക് പൗഡർ ആഡ് ചെയ്യുകയാണ്. ഉലുവേൻ്റെ പൊടി കേട്ടോ. നല്ലോണം തിളയ്ക്കണം, നല്ലോണം തിളച്ച് അതിലെ സത്ത് ഫുള്ള് ഇറങ്ങണം. എന്നാൽ മാത്രമേ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലോണം അത് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മുടെ റോസ്മേരി ലീവ്സ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ റോസ്മേരി ലീവ്സ് നല്ല മണമുള്ള സാധനമാണ് കേട്ടോ. ഈ ഉലുവേൻ്റെ പൊടിക്ക് അത്ര മണമില്ല, അത്ര രസമുള്ളൊരു മണമല്ല. പക്ഷേ ഈ റോസ്മേരി ലീവ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു റോസ്മേരി വാട്ടറിന് നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇത് നല്ലോണം ചൂടാക്കുക, നല്ലോണം വെട്ടി തിളയ്ക്കുന്ന രീതിയിൽ ചൂടാക്കിയതിന് ശേഷം ഒരു 25 മിനിറ്റ് നമ്മൾ റെസ്റ്റിൽ വെക്കണം. അങ്ങനെ 25 മിനിറ്റ് നമ്മുടെ റോസ്മേരി വാട്ടർ നമ്മൾ റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ഗ്ലാസ് ജാറിലോട്ട് അരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ ഈ ഒരു സാധനം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മളിത് യൂസ് ചെയ്യേണ്ട ഒരു വിധം എന്ന് വെച്ചാൽ ഡെയിലി ട്വൈസ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലോണം റിസൾട്ട് കിട്ടും. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം തല വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ വെച്ചാൽ മതി. നമ്മൾ ഡെയിലി എപ്പോഴൊക്കെയാണോ വാഷ് ചെയ്യുന്നത് അതേപോലെ വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ എക്സ്പെൻസീവ് തിങ്സ് ഒന്നും വാങ്ങിച്ച് നിങ്ങളുടെ പൈസ കളയാതെ ഹോംലി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കുക. ശരിക്കും ഞാൻ ഇത്ര റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1.5 മാസത്തിന് മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ചാലഞ്ചായിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ ഇത്ര നല്ല റിസൾട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത് പോലും ഇല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ ദെൻ ബൈ ഫ്രം ടെയിൽ സൂസീത.